ആരോഗ്യകരമായ എല്ലുകളും പല്ലുകളും ഒക്കെ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ശരീരത്തിൻ്റെ കാൽസ്യം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കുന്നത്. ശരിക്കും കാൽസ്യം നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും വേണ്ടി മാത്രമല്ല ഉള്ളത്. ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ സാധാരണയായിട്ടുള്ള ഹൃദയമിടിപ്പിനും അതുപോലെ രക്തം കട്ട പിടിക്കുന്നതിനുമൊക്കെ നമ്മൾക്ക് കാൽസ്യം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ നേരിട്ട് 2 സോഴ്സിലൂടെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം ശരീരം കണ്ടെത്തുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും അതുപോലെ സപ്ലിമെൻറ്റുകളിൽ നിന്നുമാണ് നമ്മൾക്ക് കാൽസ്യം കിട്ടുന്നത്. എന്നിട്ടും ഭക്ഷണം കഴിച്ചിട്ടും നമ്മളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള കാൽസ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം ശരീരം നമ്മുടെ എല്ലുകളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന കാൽസ്യം ശരീരം വലിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലുകളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഈ കാൽസ്യമൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ എല്ലുകളിൽ അറിയാൻ തുടങ്ങും. അപ്പോൾ ശരീരം പലതരത്തിലെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. പേശികൾക്കുണ്ടാകുന്ന, അതായത് നമ്മുടെ മസിലുകൾക്കുണ്ടാകുന്ന വീക്കവും വേദനയൊക്കെയാണ് അതിൽ ഒന്നാമതായിട്ട് വരുന്ന ലക്ഷണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഓർമ്മക്കുറവുണ്ടാകുക, കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ബാലൻസ് കിട്ടാതിരിക്കുക, നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുക, അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടികൾ, പെട്ടെന്ന് നശിഞ്ഞു പോകുന്ന നഖങ്ങൾ, ഇതെല്ലാം കാൽസ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ അസാധാരണമായി ഉണ്ടാകുന്ന ഹൃദയമിടിപ്പ്, ഹൃദയത്തിൻ്റെ താളത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ കൈകാലിലുണ്ടാകുന്ന മരവിപ്പ്, തരിപ്പ്, അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന എല്ലുകൾ, ചെറിയൊരു വീഴ്ചയാണെങ്കിൽ പോലും എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, എല്ലുകൾക്ക് ഒടിവുണ്ടാകുക, അതുപോലെ തന്നെ വരണ്ട് പോകുന്ന ചർമ്മം, നമ്മുടെ സ്കിന്നിലും ബോഡിയുടെ പല ഭാഗങ്ങളിലുമായിട്ട് വരണ്ടിരിക്കുന്നൊരവസ്ഥ, നമ്മൾ മീനിൻ്റെ ചെതമ്പൽ പോലെ നമ്മുടെ തൊലികൾ ഇങ്ങനെ പൊളിഞ്ഞു പോവുക, ഇതൊക്കെ കാൽസ്യം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അതിയായ ക്ഷീണം, ശരീരത്തിനൊരു ഊർജ്ജമില്ലാത്ത അവസ്ഥ. എന്തൊക്കെ കഴിച്ചാലും എങ്ങനെയൊക്കെ നമ്മൾ ഉണരണം എന്ന് തോന്നിയാലും നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന അതിയായ ക്ഷീണം. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാൽസ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഭക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ സപ്ലിമെൻറ്റുകളിലൂടെയൊക്കെയാണ് നമ്മൾക്കിത് ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ ഇത്തരം കുറവുള്ളവർ നമ്മുടെ ഭക്ഷണങ്ങളിൽ പാല്, അതുപോലെ ബദാം, നട്ട്സുകൾ, അതുപോലെ മത്സ്യം, മത്തി പോലുള്ള മത്സ്യം, ഇവയൊക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കറികൾ, അതുപോലെ വെണ്ടയ്ക്ക, അതുപോലെ എള്ള്, ഇതെല്ലാം കാൽസ്യം സോഴ്സ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. കൂടാതെ അതിയായ കാൽസ്യക്കുറവുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സും നമ്മൾക്ക് കഴിക്കാവുന്നതാണ്.